Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അതെ. കാണാൻ പറ്റുന്നുണ്ട്. ഹസ്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഹസ്ന. ഓക്കെ. എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് തമ്പ് ചെയ്യണം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? ഓക്കെ. അപ്പൊ വെൽക്കം ടു സ്മാർട്ട് സ്ട്രീം. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ്. മോണ്ടിസോറി എടുക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സിൽ ഒരാളാണ് കേട്ടോ. മോണ്ടിസോറി കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചർമാരിൽ ഒരാളാണ്. അപ്പോ നിങ്ങളെ ഏവരെയും ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ. അത് മതിയില്ലേ? എല്ലാവരുടെയും പേരും സ്ഥലവും ഒക്കെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കാം. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോണ്ടിസോറി എഡ്യൂക്കേഷൻ അല്ലേ? അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നേ? ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഇതിനെക്കുറിച്ച് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴാണോ കേൾക്കുന്നത്? ആദ്യമായിട്ടാണോ ഈ ഒരു വാക്ക് കേൾക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്? സംസാരിക്കട്ടോ, നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ല, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളാണ് സംസാരിക്കേണ്ടത്. അശ്വതി കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ്? ഇല്ല. കേട്ടിട്ടില്ല അല്ലെ? ആദ്യമായിട്ടാണ് അല്ലെ ഇതിനെ കുറിച്ച് അറിയുന്നത്? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് മോണ്ടിസോറി കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാന്നുള്ളതാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങള് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. വിദ്യ കമന്റ് ചെയ്യുന്നുണ്ട്, എ വേ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇറ്റ്സ് ട്രൂ കേട്ടോ, കറക്റ്റ്. ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതാണെന്ത്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പൊ ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ 3 to 6 years സ്പാൻ, അതായത് 3 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളുടെ ഒരു പഠന രീതിയാണത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ലേണിംഗ് മെത്തേഡാണ്. ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയും അത് കുട്ടികളിൽ അപ്ലൈ ചെയ്യുകയുമാണ് ടീച്ചർമാരായിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ?
എന്താണ് 3 to 6 years വരെയുള്ള ഒരു കുട്ടികളുടെ പഠന രീതി, എഡ്യൂക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ കുട്ടികളുടെ പഠന രീതിയാണ് മോണ്ടിസോറി. ഇതിന്റെ ഒരു ഫൗണ്ടർ ഉണ്ട്, അതായത് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന ഒരു വ്യക്തിയുണ്ട്. പേരറിയാമോ? ഇല്ല. മരിയ മോണ്ടിസോറി കേട്ടോ. മരിയ ഒരു ലേഡിയാണ്. 19ാം നൂറ്റാണ്ടില് 19th സെഞ്ചുറിയില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ത് ഈ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പോ ഇറ്റലിയിലാണ് അവര് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഇറ്റലിയിലാണ്. ഇറ്റലിയില് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ആ സമയത്തൊന്നും പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിലും പെൺകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് തയ്യാറായി വന്നത് അല്ലെ. കുറേയധികം ആളുകളുണ്ട് അല്ലെ, കുറേയധികം സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെയൊക്കെ കുറേയധികം ആളുകൾ സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയില് പെൺകുട്ടികളെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്കും ഒക്കെ വിദ്യാഭ്യാസം അനുവദിച്ചിരുന്നത്. അപ്പൊ ഇറ്റലിയിലും എന്തുണ്ടായിരുന്നു, ഈ 19th സെഞ്ചുറിയിലൊക്കെ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാല് പെൺകുട്ടികളെ പഠിക്കാനായിട്ട് അയക്കുന്നത് വളരെയധികം കുറവായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മരിയ മോണ്ടിസോറിയുടെ പാരന്റ്സ് എന്ത് ചെയ്തു, മരിയയെ പഠിക്കാനായിട്ട് അയച്ചു. അപ്പൊ അന്നത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ SSLC +2 ഹയർ സെക്കൻഡറി ആ ഒരു രീതിയിലല്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് അവര് പാസ്സാവുകയും പിന്നീട് ടെക്നിക്കൽ ഫീൽഡ് അഥവാ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് അവര് കടക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് അവര് കടന്നത്. അപ്പൊ ആ സമയത്ത് മരിയയുടെ പാരന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ പഠിപ്പിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയില് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു പ്രായം കഴിഞ്ഞാല് പെൺകുട്ടികളെ പഠിക്കാനായിട്ട് വിടില്ല. വളരെ യങ് ഏജിൽ തന്നെ എന്ത് ചെയ്യും, അവരെ കല്യാണം കഴിപ്പിച്ച് കുട്ടികൾ കുടുംബമൊക്കെ ആയിട്ട് താമസിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പോഴുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. എത്രമാത്രം കുട്ടികൾ പഠിക്കുന്നവോ അത്രയും അധികം പാരന്റ്സ് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. കാരണം പാരന്റ്സും എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് നല്ല ജോലി ഉണ്ട്. അപ്പൊ കുട്ടികൾ എത്രമാത്രം പഠിക്കുന്നവോ അത്രമാത്രം പഠിപ്പിക്കാനായിട്ട് കേരളത്തിലെ പാരന്റ്സ് തയ്യാറാണ്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു മരിയയുടെ പാരന്റ്സും. കുട്ടി എത്രമാത്രം പഠിക്കുന്നോ അത്രമാത്രം അവള് പഠിച്ചോട്ടെ എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഹയർ സെക്കൻഡറിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് പാസ്സാകുകയും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കടക്കുകയും ചെയ്തു. പക്ഷെ മരിയയ്ക്ക് എന്തോ എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് അത്ര താല്പര്യം ഉണ്ടായില്ല, ടെക്നിക്കൽ ഫീൽഡിനോട് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല. പിന്നീട് എന്ത് ചെയ്തു, അവര് മെഡിസിൻ ഫീൽഡിലോട്ട് കടന്നു. MBBSന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സിൽ അവർ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ അവിടെയും കഥ വ്യത്യസ്തമല്ല. ഇവര് മാത്രമായിരുന്നു ഒരു ലേഡി ആയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കുട്ടികളൊക്കെയും എന്തായിരുന്നു, ആൺകുട്ടികളായിരുന്നു. മരിയ മാത്രം പെൺകുട്ടി. അപ്പൊ നമുക്കറിയാം ഈ MBBS ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അത് അനാട്ടമി ലാബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. കാരണം ഡെഡ് ബോഡീസ്, കോർപ്സ് എന്ന് പറയും അല്ലെ, കടാവർ എന്ന് പറയും, അതുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ മരിയക്ക് ഉണ്ടായി. അപ്പൊ ആൺകുട്ടികളും അതുപോലെ തന്നെ മരിയയും മാത്രമായിരുന്നു ഈ അനാട്ടമി ലാബിൽ ഉണ്ടായിരുന്നത്. പിന്നെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ ഈ നേക്കഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ് കൂടുതലും കണ്ട് വന്നിരുന്നത് അല്ലെ. നമുക്കറിയാം എങ്ങനെയാണ് അനാട്ടമി ലാബില് ബോഡി കെപ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അത്തരത്തിൽ അങ്ങനെയുള്ള ബോഡീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആൺകുട്ടികളുടെ കളിയാക്കലും മറ്റുമൊക്കെ മരിയ ധാരാളം ഏറ്റിരുന്നു. അതായത് കുറെ അധികം ചാലഞ്ചസ് ഉണ്ടായിരുന്നു മരിയക്ക് അത് പഠിച്ചെടുക്കുന്നതിന്. ആൺകുട്ടികളാണ്, അവര് പല രീതിയിൽ കളിയാക്കുകയും അങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറ്റപ്പെടുത്തുകയും അങ്ങനെ കുറെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ അധികം ചാലഞ്ചസിലൂടെയായിരുന്നു മരിയ എന്ത് ചെയ്തത്, ഈ ഒരു MBBS പാസ്സായത്. അപ്പൊ ആ സമയത്ത് തന്നെ മരിയയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ഇഷ്ടമായിരുന്നു.
പിന്നീട് ഈ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിയ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു, പഠിക്കണമെങ്കിൽ പീഡിയാട്രിക് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന്. കാരണം കുട്ടികളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരോട് സംസാരിക്കാനും ഒക്കെ മരിയക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ അതിനുശേഷം പിന്നീട് ഇവരെന്ത് ചെയ്തു, പീഡിയാട്രിക് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തു. അപ്പൊ ആ സമയത്താണ് യൂറോപ്പിൽ യുദ്ധം നടക്കുന്നത്. അതായത് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ലോകമഹായുദ്ധം നടക്കുന്ന സമയമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് മരിയ കാണുന്നതെന്ന് പറഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും അല്ലെ? നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും തമ്മിൽ വഴക്ക് കൂടിയാലോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറുമായിട്ട് നമ്മളൊന്ന് വഴക്ക് കൂടിയാലോ നമ്മുടെ വീട്ടിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാലോ ഒക്കെ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു, മരിയയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഈ യുദ്ധങ്ങൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതായത് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് മരിയ കാണുന്നത് പലർക്കും പലരെയും നഷ്ടപ്പെടുന്നതാണ്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു, അച്ഛനമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നു, വീട് നഷ്ടപ്പെടുന്നു, സമ്പാദ്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങള് നഷ്ടപ്പെടുന്നതായിട്ടാണ് മരിയ കാണുന്നത്. അപ്പോ ഈ മരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാല് അത് വയസ്സായവരൊന്നും അല്ല മരിക്കുന്നത്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കളാണ് കൂടുതലും മരിക്കുന്നത്. അപ്പൊ മരിയക്ക് തോന്നി, എന്തുകൊണ്ടാണ് ഇങ്ങനെ യുദ്ധം നടന്നിട്ടുള്ളത് കൊണ്ടാണല്ലോ ഇത്രയധികം കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് എല്ലാവർക്കും. അതായത് ആളുകളെയും അതുപോലെ വീടും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെടുന്നത് ഈ യുദ്ധം മൂലമാണ്. അപ്പൊ എന്തിനാണ് ഈ യുദ്ധം നടക്കുന്നത്? അതായത് കുറെ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഈ യുദ്ധം നടക്കുന്നതെന്ന് മരിയക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ മരിയ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, വലിയവരോട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടോ യാതൊരു കാര്യമില്ല. മോറൽ വാല്യൂസ് അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നതും മനുഷ്യൻ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം വെട്ടിപ്പിടിക്കുന്നതും ഒക്കെ മരിയക്ക് മനസ്സിലായി. അപ്പൊ മരിയ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇതെങ്ങനെ നമുക്ക് കുട്ടികളിൽ പറഞ്ഞത്, ഇത് കുട്ടികളിൽ നമ്മൾ ആദ്യം ഇത് പറഞ്ഞു കൊടുക്കണം. മോറൽ വാല്യൂസ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യണം. കുട്ടികളിൽ മോറൽ വാല്യൂസ് ഉണ്ടായാലാണ് അത് വലുതാവുമ്പോഴും അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ കുട്ടികളാണെന്ത്, നമ്മൾ ആദ്യം എന്ത് കാര്യങ്ങളും കുട്ടികളിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരാണ് ഫ്യൂച്ചറിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പൊ മരിയക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കുട്ടികളെയാണ് നമ്മൾ എന്തും പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മരിയക്ക് അവിടെ മനസ്സിലായത്. അപ്പൊ കുട്ടികളിൽ എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്യുക? ഒരു സമൂഹത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഡെവലപ്മെന്റ്, പ്രപഞ്ചത്തിന്റെ മൊത്തവും പീസ് ആൻഡ് ഹാർമണിക്ക് വേണ്ടിയിട്ട് കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്, വളരേണ്ടത്. അപ്പൊ കുട്ടികൾ എവിടെയാ ഉള്ളത്? വീട്ടിലാണ് അല്ലെ? വീട്ടിലുണ്ട്, അതുപോലെ ഒരു സ്കൂളിൽ പോകുന്നുണ്ട്. ഒരു 2.5 വയസ്സ് വരെയും എന്തായാലും അവര് വീട്ടിലാണ് ഉണ്ടാവുക. 2.5 വയസ്സിന് ശേഷമായിരിക്കും എന്ത് ചെയ്യാം, അവര് പുറത്തേക്ക് പോകുന്നത്. സ്കൂളുകളിൽ അല്ലെ, പ്രീ സ്കൂളിൽ പോകുന്നത്, അംഗനവാടിയിൽ പോകുന്നതൊക്കെ 2.5 വയസ്സിന് ശേഷമാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മോറൽ വാല്യൂസ് കുട്ടികളിൽ വീട്ടിൽ നിന്ന് വേണം പഠിക്കാനായിട്ട്. കുട്ടികൾ വീട്ടിൽ നിന്ന് വേണം എന്ത് പഠിക്കാൻ, മോറൽ വാല്യൂസ് പഠിക്കാനായിട്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻവയൺമെന്റ് കുട്ടികൾക്ക് വീട്ടില് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനാരാ ശ്രദ്ധിക്കേണ്ടത്? വീട്ടിലാണെങ്കില് ആരാ ശ്രദ്ധിക്കേണ്ടത്? പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഓക്കെ. അതായത് ഒരു കുട്ടിയെ നമ്മൾ എപ്പോഴും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. വളരെ ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞൊരു ചെറിയ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ആ കുട്ടിയെ ഷൗട്ട് ചെയ്യും. അങ്ങനെ ഒരു കുട്ടി, അതായത് ഏത് സമയവും ഷൗട്ട് കേൾക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കാണുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ആ കുട്ടിയെ അങ്ങനെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു ഭയം ഉണ്ടാകും. ആ കുട്ടി ഉറക്കത്തിൽ പോലും ചിലപ്പോ ഞെട്ടി എഴുന്നേൽക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ആണോ? ശരിയാണോ? എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അങ്ങനെയാണ്. അപ്പോ ആദ്യം നമ്മുടെ വീട് മാറണം.
വീട് മാറിയാല് സമൂഹം മാറും എന്ന് നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ്. അപ്പൊ കുട്ടികളെ വീട്ടിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് നല്ലൊരു എൻവയൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കണം. കുട്ടികൾക്ക് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായും അംഗൻവാടികളിലോ അല്ലെങ്കിൽ പ്രീ സ്കൂളിലൊക്കെ പോകും. അവിടെയും കുട്ടികളെ നോക്കേണ്ട കർത്തവ്യം ആർക്കാണ്? റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്കൂളിൽ കുട്ടികളെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ളത് ടീച്ചേഴ്സിന് അല്ലെ? അപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ നല്ലൊരു എന്താ പറയാ സമൂഹ ജീവിയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഇവര് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആക്ടിവിറ്റീസിലൂടെ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെയാണ് ഇവർ ആദ്യം എടുത്തത്. ഓക്കെ, അതായത് കുറച്ച് എന്താ പറയാ ഇത് ശേഷിക്കുറവായ അല്ലെങ്കിൽ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ എടുത്തു. അവരിലാണ് എന്ത് ചെയ്തത്? ഇവരില് ആദ്യം ഈ ഒരു പരീക്ഷണം അവര് നടത്തിയത്. കുറേ അധികം ആക്ടിവിറ്റീസ്, അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള അപ്പാരറ്റസ് വെച്ചുകൊണ്ട്, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? അവര് കുറെ അധികം ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഇത് വർക്കായി. അതായത് ആക്ടിവിറ്റീസുകൾ അവർ പഠിക്കുന്നു, അതിലൂടെ കുറെ കാര്യങ്ങൾ അവർ ലേൺ ചെയ്തെടുക്കുന്നു. പഠിക്കുന്നത് ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പൊ അത് സക്സസ് ആയി. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ലോക ശ്രദ്ധ ആകർഷിക്കാനായിട്ട് തുടങ്ങിയത്. ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്തു? ഇത് വർക്ക് ചെയ്തു. അപ്പൊ പിന്നെ എന്തുകൊണ്ട് സാധാരണ കുട്ടികളിൽ ഇത് വർക്ക് ചെയ്തുകൂടാ എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ എഡ്യൂക്കേഷന്, ഈ മോണ്ടിസോറി എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം അവര് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവര് കുറെ അധികം ജേർണൽസ്, അതായത് സൈക്കോ അനലിസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അവരുടെയൊക്കെ ജേർണൽസ് ഇവര് വായിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അവര് ഫൈൻഡ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. അതായത് നമുക്ക് 5 സെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് 5 സെൻസസ് എന്ന് പറയുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാ? മൂക്ക്, ചെവി ഒക്കെ. കണ്ണ് അല്ലെ? കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, പിന്നെ നാക്കുണ്ട്, സ്കിൻ ഉണ്ട്, ത്വക്കുണ്ട്. അപ്പൊ ഈ 5 സെൻസസ് ഉണ്ട് അല്ലെ? ഈ 5 സെൻസസിലൂടെ കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്, ലേൺ ചെയ്യുന്നു. കണ്ണിലൂടെ എന്താ ചെയ്യുന്നേ? കാഴ്ച അല്ലെ? കുറെ കാര്യങ്ങൾ അവര് കണ്ടുപഠിക്കുന്നുണ്ട്. പിന്നെ ചെവിയിലൂടെ കുറെ കാര്യങ്ങൾ അവര് കേട്ട് പഠിക്കുന്നു. പിന്നെ മൂക്കാണ്, സ്മെല്ല്. കുറെ കാര്യങ്ങൾ മണക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നമുക്കറിയാം ഭയങ്കരമായിട്ട് സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ടാകും. എത്ര ദൂരെ നിന്നുള്ള, അതായത് ചില ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാല് ചില സ്മെല്ല് നമ്മള് ഇതാക്കാറുണ്ടല്ലോ, മണക്കാറുണ്ടല്ലോ. അപ്പൊ അവര് ഫൈൻഡ് ചെയ്യുമോ ഇന്നതാണ്, ഇന്ന കറിയാണ് അവിടെ വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കറിയുടെ ഇതാണ് അവിടെ ചെയ്യുന്നത് എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് കുറച്ച് പേർക്കുണ്ട്. ചിലർക്കാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. അതായത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണോ അല്ലെങ്കിൽ മുളക് കൂടുതലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില വ്യക്തികൾക്ക് കഴിവുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ടച്ച് ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക്. ടച്ചിങ് സെൻസ് കൂടുതലായിരിക്കുള്ളൂ. ഇപ്പോ നമ്മള് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ കേൾവി ശക്തി ഭയങ്കര കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? അപ്പൊ അങ്ങനെയാണ്, ഒരെണ്ണത്തിന്റെ കുറവുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിൽ നമുക്ക് കൂടുതൽ ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ ഈ 5 സെൻസസ് ഉപയോഗിച്ച് കുട്ടികളെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാമെന്ന് മരിയ മോണ്ടിസോറി സെർച്ച് ചെയ്തു. ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു? അവര് കുട്ടികളിൽ പരീക്ഷണം ആരംഭിച്ചു. അപ്പൊ കുറേയധികം അപ്പാരറ്റസ് കൊടുത്തു അവർക്ക്. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന കുറേയധികം അപ്പാരറ്റസ് കൊടുത്തു. ചില അപ്പാരറ്റസ് ടച്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ആക്ടിവിറ്റീസ് കുഞ്ഞ് ചെയ്യുന്നത്. ചിലത് കാണുവാണ് ചെയ്യുന്നത്, ചിലതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഓക്കെ, ചിലത് സ്മെല്ല് ചെയ്യാം. അപ്പൊ അത്തരത്തിൽ കുറേയധികം അപ്പാരറ്റസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്തെടുത്തത്. അപ്പൊ ഇതിലൂടെ ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുകയും അത് അവരുടെ ഡെയിലി ലൈഫില് അപ്ലൈ ചെയ്യാനും കുഞ്ഞുങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ കുറച്ചും കൂടി ഫേമസ് ആയത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ 3 വയസ്സ്
അതായത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മെമ്മറി ഉണ്ടാകും, ഓർമ്മ കാണില്ല. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. 3 വയസ്സിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. എന്നാൽ 3 വയസ്സിന് മുമ്പുള്ള പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ അംഗൻവാടിയിൽ പോയത് നമുക്ക് ഓർമ്മയുണ്ടാകും, ഇല്ലേ? നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയത് നമുക്ക് ഓർമ്മയുണ്ടാകും. പക്ഷെ 2 വയസ്സിലെ കാര്യവും 1 വയസ്സിലെ കാര്യവും നമ്മുടെ അച്ഛനമ്മമാര് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾക്ക് ഓർമ്മയുണ്ടോ 2 വയസ്സിൽ 1 വയസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്ന്? ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ 3 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞാല് മെമ്മറി പവർ കൂടും. അതായത് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ മനസ്സിലാക്കാൻ തുടങ്ങും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞ് 3 വയസ്സിന് ശേഷമുള്ള കുഞ്ഞാണെങ്കിൽ, ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞാണെങ്കിൽ, അപ്പൊ നമ്മളും അതുപോലെ തന്നെ, അതായത് നിങ്ങളും വേറൊരാളും തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ കുഞ്ഞത് ക്യാച്ച് ചെയ്യും സംസാരിക്കുന്ന കാര്യം എന്താണെന്ന്. അല്ലെങ്കിൽ നിങ്ങളോട് വന്ന് ചോദിക്കും, എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനെ കുറിച്ചാ പറയുന്നത് എന്നൊക്കെ വന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഇത്തരത്തില് മെമ്മറി പവർ കൂടുന്ന ഒരു സമയമാണ് ഈ 3 വയസ്സ്, ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏജ് ഗ്രൂപ്പില് കുഞ്ഞുങ്ങൾക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ കുട്ടികൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണുള്ളത്. എല്ലാവരും ഒരേപോലുള്ള കുട്ടികളല്ല. 10 കുട്ടികൾ ഉണ്ടെങ്കിൽ 10 പേരുടെയും നേച്ചർ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങളുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കുള്ളൂ. ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഓരോ കുട്ടിയുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു വരുന്ന ഒരു രീതിയാണ് കേട്ടോ അത്. ആക്ടിവിറ്റീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നത്. ഇതൊരു ലേണിംഗ് മെത്തേഡ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് തമ്പ് ചെയ്യണേ. ക്ലിയർ ആയെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞു, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മറിയ മോണ്ടിസോറി അപ്പാരറ്റസ് പ്രൊവൈഡ് ചെയ്തത്, അല്ലേ? അപ്പോ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഒരു ദിവസം മരിയ മോണ്ടിസോറി ഒരു ചേരി പ്രദേശത്തു കൂടി ഇങ്ങനെ നടന്നു പോവായിരുന്നു. ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവായിരുന്നു. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ ഏരിയയില്, അതായത് ഒരു ബിൽഡിംഗ് നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് കുറെ കുട്ടികള് വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അവരൊന്നും ചെയ്യുന്നില്ല. കുറച്ചുപേര് ഇരിക്കുന്നു, കുറച്ചുപേര് നിൽക്കുന്നു, കുറച്ചുപേര് എന്തോ ആലോചിച്ചാണ് ഇരിക്കുന്നത്, കുറച്ചുപേര് അന്യോന്യം സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ് അവര് കണ്ടത് നടന്നു പോകുന്ന വഴി. അങ്ങനെ കണ്ടപ്പോൾ അവര് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ആ കുട്ടികളെ എല്ലാം ഗ്യാദർ ചെയ്തു. ആ കുട്ടികളെല്ലാം വിളിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ആ ബിൽഡിങ്ങില് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ, അവിടെ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടികകൾ ഉണ്ടായിരുന്നു, മണ്ണുണ്ടായിരുന്നു, സിമെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആ ബിൽഡിങ്ങിന്റെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തു, ഈ കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ കുറച്ചു കുട്ടികൾ എന്ത് ചെയ്തു, മണ്ണ് ഉപയോഗിച്ച് ഒരു കൂന പോലെ, നമ്മൾ ഈ കടൽ സീലൊക്കെ പോവുമല്ലോ, കടൽ തീരത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മണ്ണ് ഉപയോഗിച്ചൊരു മണൽക്കൂന പോലെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ കുറച്ചു കുട്ടികൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ചില കുട്ടികൾ ഇഷ്ടിക വെച്ചിട്ട് ഒരു വീടിന്റെ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ചില കുട്ടികളാണെങ്കിൽ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് കുറേയധികം ആക്ടിവിറ്റികൾ ചെയ്തു. അപ്പോ എല്ലാ കുട്ടികളെയും വെറുതെ ഇരുത്താതെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ ചെന്നതും കുട്ടികളെ യാത്ര ചെയ്തത്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽസിനെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റീസ് ചെയ്യാം എന്നവരെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അപ്പൊ ഇതാണ് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മരിയ മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇന്ത്യയിലേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടാവുമല്ലോ. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ അവർ പരീക്ഷണം നടത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്തിന് ശേഷം ഇറ്റലിയിൽ തന്നെ ഒരു ചേരി പ്രദേശമുണ്ട്. ആ ചേരി പ്രദേശത്ത് നമുക്കറിയാം ചേരി പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പ്രത്യേകതകള്? ചേരി പ്രദേശം, സ്ട്രീറ്റ് ഏരിയ എന്തൊക്കെയാ അറിയാൻ സാധിക്കുമല്ലോ, കണ്ടിട്ടില്ലേ? ഹൈജീൻ കുറവായിരിക്കില്ലേ അവിടെ? ഹൈജീൻ ഉണ്ടാവോ? ഹൈജീൻ കുറവായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഫുഡൊക്കെ എന്താണ് വളരെ ലിമിറ്റഡ് ആയിരിക്കുള്ളൂ. അതുപോലെ അധികം സ്കൂളിലൊന്നും പോകാത്ത കുട്ടികളൊക്കെ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോ അവിടെയുള്ള ഒരു ലോക്കൽ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി ഈ മരിയ മോണ്ടിസോറിയെ കുറിച്ച് അറിഞ്ഞിട്ട് അവരോടൊരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് ആ ചേരി പ്രദേശത്തുള്ള കുട്ടികളുടെ അച്ഛനമ്മമാര് രാവിലെ തന്നെ ജോലിക്ക് പോകും, വൈകിട്ടാണ് പിന്നീട് തിരിച്ചു വരിക. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞാണ് നടക്കുന്നത്. കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ മരിയ മോണ്ടിസോറിയോട് പറഞ്ഞു ഇവരെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു, അവർക്കൊന്ന് അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 65 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ 65 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു ഡേ കെയർ എന്ന് പറയാം, അത് ആരംഭിച്ചു. അതിന്റെ പേരാണ് കസാദി ബാംബിനി. കേട്ടോ, കസാദി ബാംബിനി എന്നാണ് അതിന്റെ ആ ഒരു സ്കൂൾ എന്ന് പറയാമല്ലോ, ഡേ കെയർ, അതിന്റെ പേര്. അങ്ങനെ ആ ചേരി പ്രദേശങ്ങളിലെ കുട്ടികളെ ഇവരെന്ത് ചെയ്തു? നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുത്തു. കുറെ അധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ട് സാധാരണ കുട്ടികളെ പോലെ തന്നെ ഇവരെ മോൾഡ് ചെയ്തെടുക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് ഇന്ത്യയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആളുകൾ അറിഞ്ഞു വന്നു. അങ്ങനെ ഗാന്ധിജി മരിയ മോണ്ടിസോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അവര് മരിയ മോണ്ടിസോറിയും ഗാന്ധിജിയും തമ്മിൽ മീറ്റ് ചെയ്തു. അങ്ങനെ ഇന്ത്യയില് ഈ ഒരു എഡ്യൂക്കേഷൻ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. മോണ്ടിസോറി പ്യുവർ സ്കൂളുകൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ കൂടിയും മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? നമുക്കറിയാം നമ്മുടെ ട്രഡീഷണൽ സ്കൂളും മോണ്ടിസോറി സ്കൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് ട്രഡീഷണൽ സ്കൂളും മോണ്ടിസോറി സ്കൂളും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും? ട്രഡീഷണൽ സ്കൂളില് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ടുള്ള പഠനമാണ്. ബുക്കുകൾ നോക്കിയുള്ള പഠനമാണ് അല്ലെ? ബ്ലാക്ക് ബോർഡ് ഉണ്ടാകും, വടി ഉണ്ടാകും, ചോക്ക് ഉണ്ടാകും അല്ലെ? അതൊക്കെ ട്രഡീഷണൽ സ്കൂളിൽ കാണാൻ പറ്റില്ലേ? പക്ഷെ മോണ്ടിസോറി സ്കൂളിൽ എന്താ ഉണ്ടാവുക? കൂടുതലും അപ്പാരറ്റസ് ആണ്. മെറ്റീരിയൽസ് അഥവാ അപ്പാരറ്റസ് ആണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുക അല്ലെ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മളൊക്കെ SSLC പാസ്സായിട്ടുള്ള ആളുകളാണ് അല്ലെ? ഓക്കെ അല്ലെ? എല്ലാവരും SSLC പാസ്സായിട്ടില്ലേ? അതെ. നമ്മൾ അന്ന് പഠിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ അന്ന് പാസ്സായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അന്നത്തെ പോലെ ഇപ്പൊ എഴുതാനായിട്ട് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് എഴുതാൻ പറ്റാത്തെ? അത് പുസ്തകം അത് ബൈഹാർട്ട് ചെയ്ത് അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പഠിച്ചത് അല്ലെ? അത് ആവശ്യം വരും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, നമ്മളത് പഠിച്ചിട്ടില്ല. നമ്മളത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് ആവശ്യമാണെന്ന് കരുതി നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാമായിരുന്നു അല്ലെ? അപ്പൊ ഇതാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ ഒരു എന്താ പറയാ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചെടുക്കുന്നത്.
അത് നമ്മള് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മളത് ഡെയിലി ലൈഫിൽ നമ്മുടെ അറിവ് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം മറക്കുമോ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ്, സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആ സമയത്ത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവോ? ഓർമ്മയുണ്ടാവും, ഷുവർ ആണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മള് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെയാണ് ഗ്യാസിൽ വെള്ളം വെച്ചാൽ എങ്ങനെയാണ് അത് നീരാവി ആയിട്ട് പോകുന്നത്, എങ്ങനെയാണ് ലിക്വിഡ് ആകുന്നത്, എങ്ങനെയാണ് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ അത് കാണുവാണ്. അപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോണ്ടിസോറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അതാണ് മോണ്ടിസോറി എഡ്യൂക്കേഷന്റെയും ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെയും പ്രത്യേകത അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യവും പഠിച്ചെടുക്കുന്നത് ആക്ടിവിറ്റീസിലൂടെയാണ്. കുറേയധികം ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കുറേയധികം അപ്പാരറ്റസ് ഉണ്ട് അല്ലെ? അപ്പാരറ്റസ് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുറേയധികം അപ്പാരറ്റസ് ഉണ്ട്. ആ അപ്പാരറ്റസിലൂടെ നിങ്ങളെ നല്ലൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറ്റിയെടുക്കും. അനീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അനീസ് പാട്ട് പാടുവാണെന്ന് തോന്നുന്നു. മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പോ കുറേയധികം അപ്പാരറ്റസ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഫെമിലിയർ ആകാനുണ്ട്. അപ്പൊ ആ അപ്പാരറ്റസിലൂടെ കുറേയധികം കാര്യങ്ങൾ പഠിച്ചെടുക്കും. പിന്നെ കുട്ടികളുടെ സൈക്കോളജി അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ആണ്. സ്കൂളിന്റെ പേര് ക്ലിയർ ആയില്ല. സ്കൂളിന്റെ പേര് എന്താണ്? എന്നിട്ട് പേര് സ്കൂളിന്റെ പേര് പറഞ്ഞില്ലേ? കസാദി ബാമ്പിനി. കസാദി ബാമ്പിനി കേട്ടോ. ചിൽഡ്രൻ ഹൗസ് എന്നാണ് മരിയ മോണ്ടിസോറി ആ സ്കൂളിനിട്ട പേര്. അതിന്റെ മീനിങ് അതാണ്. കസാദി ബാമ്പിനി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഹൗസ് എന്നാണ്. അവര് കൂടുതലും പറഞ്ഞിരുന്ന പേര് ചിൽഡ്രൻ ഹൗസ് എന്നാണ്. കസാദി ബാമ്പിനി എന്ന് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചിൽഡ്രൻ ഹൗസ് അങ്ങനെയാണ് കേട്ടോ അതിന് പേരിട്ടത്. ചിൽഡ്രൻ ഹൗസ്. ചിൽഡ്രൻ ഹൗസ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. കസാദി ബാമ്പിനി എന്നാണ് സ്കൂള്, അതിന്റെ മീനിങ് ചിൽഡ്രൻ ഹൗസ് എന്നാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഞാൻ പറഞ്ഞു ഈ മോണ്ടിസോറി പഠിപ്പിക്കുന്ന അധ്യാപകരെ പറയുന്ന പേര് ഫെസിലിറ്റേറ്റർ എന്നാണ് കേട്ടോ. ടീച്ചർ എന്നുള്ള വാക്കല്ല അവര് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ഫെസിലിറ്റേറ്റർ. എന്താണ് ഈ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാല്? മീനിങ് എന്താ? അതായത് കുട്ടികളെ ഗൈഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് കേട്ടോ. ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് ഒരു അധ്യാപിക വരുന്നു, വടി ഉണ്ടാകും, ഒരു ബുക്ക് ഉണ്ടാകും, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ പഠിച്ചെടുക്കുന്ന രീതിയാണ് അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ കാണാനായിട്ട് സാധിക്കുക? ആണോ? അതെ അതെ അതെ. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. കുട്ടികളുടെ കൂടെ നിന്ന് കുട്ടികളിൽ ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫെസിലിറ്റേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളും ഫെസിലിറ്റേറ്ററും ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ആരാണ് ഇത് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ടീച്ചർക്ക് അവിടെ പ്രത്യേക മുൻഗണനയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ മാത്രം, അല്ലെങ്കിൽ ഗൈഡൻസ് മാത്രമാണ് എന്ത് കൊടുക്കുന്നത്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കൊടുക്കുന്നത്. കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഇൻഡിപെൻഡൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാം. എന്തെങ്കിലും അതായത് എന്തെങ്കിലും അവർക്ക് മിസ്റ്റേക്ക് പറ്റുവാണെങ്കിൽ തന്നെ അവർ ആദ്യം സ്വയം തിരുത്താനായിട്ട് ശ്രമിക്കണം.
എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഫെസിലിറ്റേറ്ററിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു എൻവയൺമെന്റ് ആണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഇതിപ്പോ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അല്ലെ. മരിയ മോണ്ടിസോറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് കുട്ടികളില് എങ്ങനെയാണ് അവർ ലേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾക്ക് വരാം അല്ലെ. നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണ്ടേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓൺലൈൻ ഓൺലൈൻ ആണെന്ന് അറിയാം അല്ലെ. ഓൺലൈൻ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തുടങ്ങുന്നതെന്നുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ടോ? ഡേറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ജനുവരി 29. ജനുവരി 20 സ്റ്റാർട്ട് ആവുന്ന 29 എന്നാ പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൺഫർമേഷൻ വരും എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടൈം എപ്പോഴാണെന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ റെഡി ആയിട്ട് ഇരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത? പരസ്പരം കാണാൻ സാധിക്കില്ല അല്ലെ, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് പോലെയല്ല. ഇല്ല, പേടിയില്ല അല്ലെ. വെരി ഗുഡ്. യാതൊരു പേടിയുടെയും ആവശ്യകതയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങള് ക്ലാസ് തരുന്നതാണ് കേട്ടോ, ഓൺലൈൻ ക്ലാസ്. പിന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മുടെ സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി കൂടെ ഉണ്ട്. അവിടെ ധാരാളം PROമാർ വർക്ക് ചെയ്യുന്നുണ്ട്, ഗൈഡൻസിനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്. അപ്പോ അതിന്റെ യാതൊരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പൊ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് 1 മണിക്കൂറിന്റെ ക്ലാസ് ആണ് ഉണ്ടാവുക. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാല് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. അതായത് ഞാനാണ് പഠിപ്പിക്കാനായിട്ട് വരുന്നതെങ്കിൽ ഞാൻ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കില്ല. പകരം ആരും സംസാരിക്കണം. ആർക്കാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്? നിങ്ങൾക്കാണോ എനിക്കാണോ? നിങ്ങൾക്കാണോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ ആദ്യം ചോദിച്ചത്. നിങ്ങൾ മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ മരിയ മോണ്ടിസോറിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട്. കാരണം നിങ്ങളാണ് ഇവിടെ പറയേണ്ടത്, കൂടുതലും നിങ്ങളുടെ വോയിസ് ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഒരു ചാപ്റ്റർ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുക. ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പറയാനുണ്ടാകും. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളുമായിട്ട് ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഡെയിലി ലൈഫില് ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളിലുള്ള, അതായത് കുട്ടികളുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതുമായിട്ട് എന്ത് ചെയ്യാം, ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആ ഒരു രീതിയിലാണ് എന്ത് പോവുക, ക്ലാസ് പോവുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറെ അധികം കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ടീച്ചർ എന്നെ കൊണ്ട് പറയിപ്പിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നത് കേട്ടോ. അത് വരും നിങ്ങൾക്ക്, അത് ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്ലാസ് നമ്മുടെ മുന്നോട്ട് പോകുന്നതും ഓരോ ടീച്ചേഴ്സും എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് ഒരു കുറച്ച് ദിവസം അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ഒരു പരിചയപ്പെട്ട് വരുന്നതിന്റെ. പക്ഷെ അതിനുശേഷം നിങ്ങൾ എന്താണ് നോർമൽ ആയിട്ട് പിന്നീട് ആ ക്ലാസ്സുമായിട്ട് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് അല്ലെ. കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ്, നമ്മൾ സ്കൂളിൽ പോയി പഠിപ്പിക്കാനുള്ളതാണ് ഇത് കഴിയുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാനുള്ളവരാണ് നമ്മൾ. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്കൂളിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നടക്കും. എന്തായിരിക്കും അത്? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായിരിക്കും? പ്രയർ. അപ്പൊ ഒരു പ്രയർ ഉണ്ടാവും, അത് നിങ്ങൾ ഒരാള് ചെയ്യണം കേട്ടോ. ഒരു പ്രയർ ചെയ്യാം. അത് നിങ്ങൾ സ്കൂളിൽ പാടിയിട്ടുള്ള പ്രയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള പ്രയേഴ്സ് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൈൻ ഇൻ ഉണ്ടാവും. സൈൻ ഇൻ എന്ന് പറഞ്ഞാല്
നമ്മുടെ ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നതാണ്. അതായത് ടീച്ചറിനെയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റുഡൻസിനെയൊക്കെ വെൽക്കം ചെയ്യുന്നതിനെയാണ് സൈൻ ഇൻ എന്ന് പറയുന്നത്. ഈ സൈൻ ഇൻ ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യാം. പാട്ട് പാടിക്കൊണ്ട് ചെയ്യാം സൈൻ ഇൻ, കഥ പറഞ്ഞുകൊണ്ട് ചെയ്യാം സൈൻ ഇൻ, അതുപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് ചെയ്യാം സൈൻ ഇൻ, യോഗ കാണിച്ചുകൊണ്ട് ചെയ്യാം സൈൻ ഇൻ. അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ക്ലാസ്സിനെ വെൽക്കം ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് ഒരാള് തന്നെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ സമയത്ത് ഗ്രൂപ്പിൽ സംസാരിക്കണം. ആരൊക്കെയാണ് ഇന്ന് പ്രയർ ചെയ്യുന്നത്, ആരൊക്കെയാണ് സൈൻ ഇൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഓക്കെ, എന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഓരോ ദിവസത്തെ ക്ലാസ്സിനും ആരൊക്കെയാണ് റെഡി ആയിട്ട് വരുന്നതെന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഇതിനൊരു കോർഡിനേറ്റർ ഉണ്ടാകും. സൈൻ ഇൻ അതുപോലെ പ്രയർ ഒക്കെ ചെയ്യുന്നതിന് ഒരാൾ കോർഡിനേറ്റർ ഉണ്ടാകും. അവര് പറയുന്നതനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം. അപ്പോ പ്രയർ പറഞ്ഞു, സൈൻ ഇൻ പറഞ്ഞു. ഇനി തോട്ട് ഓഫ് ദ ഡേ ആണ്. തോട്ടുകൾ, അതായത് നമുക്കറിയാം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോട്ടുകൾ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊരു മെസ്സേജ് പോലെ, ഒരു മോട്ടിവേഷൻ മെസ്സേജ് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഷെയർ ചെയ്യാം തോട്ടായിട്ട്. അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ തോട്ടുകളുണ്ട് അല്ലെ, പല ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവരുടെയൊക്കെ തോട്ട്സുകളുണ്ട്. അതെന്ത് ചെയ്യാം, ക്ലാസ്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ അറ്റ് ലാസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞ 1 മണിക്കൂറിന് ശേഷം സൈൻ ഔട്ട് പറയും. സൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻ എന്താണ്, വെൽക്കം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ സൈൻ ഔട്ട് എന്തായിരിക്കും സൈൻ ഔട്ട്? ക്ലാസ് കഴിയുന്ന സമയത്ത് എന്താ നമ്മള്, ടീച്ചർ ക്ലാസ് എടുത്ത് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, താങ്ക് യു. പറയാ. അതായത് ഹോൾ ക്ലാസ്സിനെ താങ്ക് യു പറയുന്ന രീതിയിൽ എന്ത് ചെയ്യും, സൈൻ ഔട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ ആണ് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്നത്. അപ്പൊ പ്രയറിന്റെ കാര്യം പറഞ്ഞു, സൈൻ ഇൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അപ്പൊ സൈൻ ഇൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ സൈൻ ഔട്ടും ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, സ്റ്റോറി പറയാം. സൈൻ ഔട്ടും സൈൻ ഇന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. പിന്നെ തോട്ടും നിങ്ങളുടേതായിട്ടുള്ള തോട്ട് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുടെ തോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ക്ലാസ്സിന്റെ പ്രൊസീജിയർ മനസ്സിലായാലോ എങ്ങനെയാണെന്ന്? ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. മോണ്ടിസോറി ക്ലാസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. ഓക്കെ, ഇനി അതിനിടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നത് അല്ലെ. കുറെ അധികം ടോപ്പിക്കുകൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോ ഡിപ്ലോമ സ്റ്റുഡൻസും ഉണ്ട് ഇതിനകത്ത്, PG സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. PG സ്റ്റുഡൻസ് ഉണ്ടോ? PG ഉണ്ട്, ഡിപ്ലോമ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോ നമുക്ക് ചാപ്റ്റേഴ്സ്, അതായത് ടോപ്പിക്കുകൾ, ഓരോ ചാപ്റ്റേഴ്സ് കഴിയും തോറും നിങ്ങളുടെ അറിവ് കൂടി വരുന്നതായിട്ട് കാണാം. ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കുന്നതും കുറെ അധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ട്, അതായത് മൊഡ്യൂൾ 1 4 പാർട്ടാണ് ഉള്ളത്. മൊഡ്യൂൾ 1 4 പാർട്ടാണ്. തിയറി പാർട്ടാണ് കേട്ടോ, തിയറി ആണ്. അതിനകത്ത് പാർട്ട് 1 പാർട്ട് 2 കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടേം എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 കഴിയുമ്പോൾ ഒരു ടേം എക്സാം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ നിങ്ങൾക്ക് ഫ്ലുവൻസി മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് നമ്മൾക്ക് പഠിക്കണം, മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇംഗ്ലീഷ് നമ്മൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അറിയണം. അപ്പോ ആ ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ടേം എക്സാമിന് ഉണ്ടാകും. അപ്പൊ പാർട്ട് 1 2 തീരുമ്പോ ഒരു ടേം എക്സാം ഉണ്ടാവും, അതിന്റെ കൂടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പാർട്ട് 3 4 തീരുമ്പോൾ മറ്റൊരു ടേം എക്സാം ഉണ്ടാവും, ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇതാണ് തിയറി പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ആദ്യമേ തുടങ്ങി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അപ്പാരറ്റസിനെ കുറിച്ച് അല്ലെ, ആക്ടിവിറ്റീസ്. അപ്പൊ തിയറി പാർട്ടിൽ എങ്ങനെയാണ് അപ്പാരറ്റസ്? നമ്മുടെ മൊഡ്യൂൾ 3 എക്സാം ഇംഗ്ലീഷിലാണ് കേട്ടോ, എക്സാം ഒക്കെ ഇംഗ്ലീഷിലാണ്.
നമ്മുടെ മൊഡ്യൂൾ 3-ലാണ്. മൊഡ്യൂൾ 1 നമ്മുടെ തിയറി പാർട്ടാണ് വരുന്നത്, 4 പാർട്ടുകൾ വരും. മൊഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. മൊഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ വരുന്നത്. നമ്മൾ കുറെ അധികം പ്രാക്ടീസ് അല്ലെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് പറഞ്ഞല്ലോ കുട്ടികൾക്ക്. അപ്പൊ നമ്മൾക്കിത് പഠിക്കണ്ടേ, അപ്ലൈ ചെയ്യണ്ടേ അല്ലേ? നിങ്ങൾക്കിത് പഠിക്കണ്ടേ? തിയറി മാത്രം പഠിച്ചാൽ മതിയോ? പ്രാക്ടിക്കൽസ് പഠിക്കണ്ടേ? ആക്ടിവിറ്റീസ് ചെയ്യണ്ടേ? ആ, അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 30ഓളം അപ്പാരറ്റസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങള്, അതെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അത് ഉപയോഗിക്കേണ്ട രീതി എന്നൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ സമയം ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളൊരു ലെവലാകും. അതായത് നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ തിയറിയിൽ പഠിക്കും, കുറെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു അപ്പാരറ്റസിലൂടെ പഠിച്ച് നിങ്ങൾ ഒരു ടീച്ചറായിട്ട് മാറും. ഓക്കെ. പിന്നെ നമ്മുടെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊന്നും അല്ല, വുഡൻ ഐറ്റം ആണ്. ഗ്ലാസ് ഐറ്റംസ് ഉണ്ടാകും. പ്യുവർ വുഡൻ ആണ് കേട്ടോ. മോണ്ടിസോറി അപ്പാരറ്റസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പാരറ്റസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി കാണാം കേട്ടോ. അപ്പാരറ്റസ് ഉണ്ടാവും. അപ്പാരറ്റസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടേം എക്സാം, അതായത് പാർട്ട് 1, പാർട്ട് 2 ഒരു ആദ്യത്തെ എക്സാം, പിന്നെ പാർട്ട് 3, പാർട്ട് 4 രണ്ടാമത്തെ ടേം എക്സാം, അതിന്റെ കൂടെ ഇംഗ്ലീഷ് ഉണ്ടാകും. അതിനുശേഷമാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തന്നിട്ട് മെയിൻ എക്സാമിലേക്ക് കടക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണോ വരുന്നത്? ആ, നമ്മുടെ MCQ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. MCQ ആണ് വരുന്നത്. മാം, അപ്പൊ ക്ലാസ് എന്ന് തൊട്ടല്ലേ സ്റ്റാർട്ട് ആവുന്നത്? ക്ലാസ് നിങ്ങൾക്ക് ഡേറ്റ് വരും കേട്ടോ. കറക്റ്റ് ആയിട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ടൈം എപ്പോഴാണെന്നൊക്കെ കറക്റ്റ് ഡേറ്റ് വരും. നിങ്ങളെ അറിയിക്കും. ഗൂഗിൾ മീറ്റ് വഴി തന്നെയാണോ ക്ലാസ് ഒക്കെ? എന്താണ്? ഈ ഗൂഗിൾ മീറ്റ് വഴി തന്നെയാണോ ക്ലാസ് ഒക്കെ? അതെ അതെ അതെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും 5 മോക്ക് ടെസ്റ്റ് തരും കേട്ടോ. ക്വസ്റ്റ്യൻസ് 5 എണ്ണം വീതം, MCQ തരും 5 എണ്ണം വീതം. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 5 എണ്ണം. അത് നിങ്ങൾ എങ്ങനെയാണ്, അതായത് ഗൂഗിൾ ഫോം എടുത്തിട്ട് അതായത് ആൻസേഴ്സിന് കറക്റ്റ് ഇത് കൊടുത്തിട്ട് ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഈ മോണ്ടിസോറി ടീച്ചിങ് കോഴ്സിന്റെ ഫുൾ പേരാണോ മറിയ മോണ്ടിസോറി കോഴ്സ് എന്ന്? എന്താണ് മോളെ, മനസ്സിലായില്ല രമ്യ? മോണ്ടിസോറി ടീച്ചിങ് കോഴ്സിന്റെ ഫുൾ നെയിം ആണോ ഈ മറിയ മോണ്ടിസോറി കോഴ്സ്? മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞത് ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലേഡിയാണ് കേട്ടോ. അവരാണ് കൊണ്ടുവന്നത് മറിയ മോണ്ടിസോറി. ഓക്കെ മാം. നമുക്ക് ഒരു ക്ലാസ് എങ്ങാനും മിസ്സായി പോയിട്ടുണ്ടല്ലേ ടീച്ചറെ, നമുക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുമെന്നല്ലേ പറഞ്ഞേ? ആ, റെക്കോർഡ് ക്ലാസ് കിട്ടും നിങ്ങൾക്ക്. അന്ന് തന്നെ കിട്ടുമോ? അത് പിറ്റേ ദിവസമാണ് വരിക. പിറ്റേ ദിവസം വരും കേട്ടോ. ഓക്കെ. ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ സാധിച്ചില്ലെങ്കിൽ, എങ്ങാനും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം റെക്കോർഡ് അവൈലബിൾ ആണ്. അത് നോക്കിയാൽ എപ്പോഴും ഈ ഒരു ടൈമിലായിരിക്കും ക്ലാസ്? എന്താണ്? എപ്പോഴും ഈ ഒരു ടൈം തന്നെ ആയിരിക്കും ക്ലാസ് വരുന്നത്? ഇല്ല, സമയം നിങ്ങളോട് പറയും. ഈ ടൈം ആയിരിക്കണം എന്നില്ല. ടൈം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. ഓക്കെ. മാം, നോട്ട്സ് ഒക്കെ കാണത്തില്ലേ? അപ്പം ബുക്കൊക്കെ എടുത്ത് പ്രിപ്പയർ ആയിട്ടിരിക്കണ്ടേ? നോട്ട്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ നോട്ട്സിന്റെ ആവശ്യമില്ല. പിന്നെ ക്ലാസ്സില് ടീച്ചർ പറയുന്ന കാര്യങ്ങള് കേട്ടിരിക്കുക എന്നുള്ളതാണ്. നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അത് ടീച്ചർമാര് പല ടീച്ചേഴ്സും വരും. അപ്പോൾ ടീച്ചേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിനനുസരിച്ച് നോട്ടിന്റെ എണ്ണം കൂട്ടണം എന്നില്ല. ഒരു നോട്ടിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കേണ്ടി വരും. അത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തരുന്നതായിരിക്കും. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് കിട്ടി.
മോഡ്യൂൾ 1, 2, 3. ഓക്കെ ഓക്കെ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇവര് പറയുന്നത് അതായത് നമ്മുടെ PDF തന്നുകൊണ്ട് മാത്രമായിരിക്കില്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു PDF, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, അതിന് പുറത്തുള്ള കാര്യങ്ങളും, അതായത് എക്സ്പീരിയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഒരു നോട്ട് ബുക്ക് എന്താ പറയാ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ മിസ്, നമുക്ക് പ്രോജക്റ്റ് അസൈൻമെന്റ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, അസൈൻമെന്റുകളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് തരും നിങ്ങൾക്ക്. അസൈൻമെന്റ് ആക്ച്വലി സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റിനൊക്കെ ഒരു ബുക്ക് മതി. ഇപ്പൊ പല ടീച്ചേഴ്സ് അസൈൻമെന്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സബ്മിറ്റ്, അതായത് അസൈൻമെന്റിന്റെ പ്രത്യേകത അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഓക്കെ. ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ അത് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഏതെങ്കിലും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നു. അസൈൻമെന്റിന്റെ ടോപ്പിക് നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി, അത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ. എന്നാൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആക്ടിവിറ്റീസ് തരും. ആക്ടിവിറ്റീസ് നിങ്ങളുടെ കയ്യിൽ തന്നെ ചെയ്തു വെക്കേണ്ടതാണ്. അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആവശ്യമായിട്ട് വരും. പലതരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ പറയാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടാം. അപ്പൊ അത് ചെയ്തു വെക്കുക കേട്ടോ. അത് സബ്മിറ്റ് ഒന്നും ചെയ്യേണ്ട, ഫോട്ടോ എടുത്തൊന്നും. അസൈൻമെന്റ് മാത്രം, അസൈൻമെന്റ് ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അത് ഏതൊക്കെയാണ് ലിങ്ക് അതിന്റെ, അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. മനസ്സിലായോ മാളു? മനസ്സിലായി. പിന്നെ അതേപോലെ നോട്ട്ബുക്കിലാണോ സബ്മിറ്റ് ചെയ്യേണ്ടത്? അല്ലാതെ A4 ഷീറ്റ് പേപ്പറിനകത്ത് അസൈൻമെന്റ് എന്നൊക്കെ എഴുതി അങ്ങനല്ല അല്ലേ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. A4 ഷീറ്റിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കളർ പെന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടില്ലേ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഫോട്ടോ എടുത്തിട്ടാണല്ലോ സബ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോട്ട്ബുക്കിന്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഇനി പേപ്പർ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ അസൈൻമെന്റുകൾ ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഇത് നിങ്ങളുടെ കംഫർട്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? റെക്കോർഡ് ബുക്ക് ആവശ്യം വരും അല്ലേ? റെക്കോർഡ് ഉണ്ട്, 5 റെക്കോർഡ് ഉണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോ അതിന്റെ വിവരങ്ങൾ, പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കരിയർ സാധ്യതകള്, ഫീസ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അതുമായിട്ടുള്ള ക്ലാസ് എടുക്കാനായിട്ട് ജയദേവ് സാറ് വരും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണറാണ്. സാറ് വന്നിട്ട് നിങ്ങളോട് ഇതുപോലെ തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് സാറിനോട് നിങ്ങളുടെ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. മനസ്സിലായല്ലോ? സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ഒക്കെ ചോദിക്കാം. ക്ലിയർ അല്ലേ? ആക്ച്വലി ഞാനല്ല ഇന്നിവിടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കേണ്ടത്. നമ്മുടെ ഒരു ജിഷ മിസ് എന്ന് പറയുന്ന മിസ് ഉണ്ട്. മിസ് ഇപ്പോ സ്ഥലത്തില്ല, ബാംഗ്ലൂരാണ്. മിസ്സിന് വരാൻ പറ്റിയില്ല. ഇന്നലെ ആയിരുന്നു തിരിക്കേണ്ടത്, പക്ഷെ വരാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ജിഷ മിസ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജിഷ മിസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ വരും. അപ്പൊ ചോദിച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാം, റെക്കോർഡ് ബുക്കിനെ പറ്റി മാത്രം ഒന്നുകൂടി പറയാം. റെക്കോർഡ് ബുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളൊന്ന് ഓഫീസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. റെക്കോർഡ് എഴുതിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ജിഷ മിസ് ആയിരിക്കും റെക്കോർഡ് എഴുതിപ്പിക്കുന്നത്. നമുക്ക് 5 റെക്കോർഡാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ് വരുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് തരും. ഓക്കെ. നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? കിട്ടിയെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ.
പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പോ ഇത് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച്. നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ. താങ്ക് യു. മാം ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. ഗൂഗിൾ റെക്കോർഡ്സ് എന്ന് പറഞ്ഞില്ലേ, ആ, അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ റെക്കോർഡ്സോ? അല്ല, ഗൂഗിൾ ക്ലാസ് റൂം അല്ലേ? ആ, ഗൂഗിൾ ക്ലാസ് റൂം. ഇവിടുന്ന് ലിങ്ക് തരുമല്ലോ, ലിങ്ക് തരും നിങ്ങൾക്ക് ഏതാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. അതിനകത്ത് കയറിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ക്ലാസ്സിന്റെ ടൈം, ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നതെന്നൊക്കെയുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഹലോ മാം, ഒരു ഡൗട്ട് കൂടി. നാസിമ ചോദിച്ചോളൂ. റെക്കോർഡഡ് ക്ലാസ് നമ്മൾ അതെങ്ങനെയാണ് ക്ലാസ് റൂമിൽ കയറി കാണുന്നത്? അത് നിങ്ങൾക്ക് ഇട്ട് തരും. റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. കാണാനായിട്ട് പറ്റും. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും കിട്ടും. ഓക്കെ, താങ്ക് യു. മാം, ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരിക്കുമോ? ടീച്ചിങ് പ്രാക്ടീസ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മൊഡ്യൂളില് 4 പാർട്ടാണുള്ളത്. അതിനകത്ത് പാർട്ട് 3 ഉണ്ട്. പാർട്ട് 3 എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതാണ്. കുട്ടികളുടെ സൈക്കോളജി, കുട്ടികളുടെ ബിഹേവിയർ, ഇതൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത് പാർട്ട് 3യിലാണ്. അപ്പൊ ഒരു 6 മാസമൊക്കെ ആകും അത് നമ്മൾ പഠിക്കുന്ന സമയത്ത്. 5-6 മാസമൊക്കെ ആവും പഠിച്ചു വരുന്ന സമയം എന്ന് പറയുമ്പോൾ. അപ്പൊ ആ സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോയാലാണ് കൂടുതൽ നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കുട്ടികളെ കുറിച്ച് നമ്മൾ അപ്പോഴേക്കും ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കോഴ്സിൽ. അപ്പൊ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ്? നമ്മള് ഒരു സ്കൂളുകളിൽ പോകണോ? എങ്ങനെയാണ്? അതെ അതെ, അത് ഇവിടുന്ന് ഓഫർ ലെറ്റർ തരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ ചെല്ലാം. നിങ്ങൾ സ്കൂളുകളിൽ ചോദിക്കാം. സാധാരണ 10 to 50 ഡേയ്സ് വരെയാണ് പോകുന്നത് ടീച്ചിങ് പ്രാക്ടീസിന് കുട്ടികള്. ഇനി കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ചോദിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടുന്ന് ഓഫർ ലെറ്റർ തരും പോകുമ്പോ കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. ഇനി നമുക്ക് ക്ലാസ്സുകളിൽ കാണാം കേട്ടോ. ബൈ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.